ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇറാന് നേർക്ക് ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടെഹ്റാനിൽ 3 ആണ് ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനീവയിൽ നടന്ന ചർച്ച ആശാവഹമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മുൻപോട്ട് പോകുമ്പോഴാണ് പൊടുന്നനെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല, മുൻപും ഇത്തരത്തിൽ ഇറാനുമായി അമേരിക്ക ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ ഇറാനെ ആക്രമിച്ച ചരിത്രം ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ടെഹ്റാനിൽ 3 ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു, വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. ഏതായാലും ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നു, പഴയതുപോലെ ആകില്ല, സർവ്വസജ്ജമാണ് തങ്ങളെന്ന് ഇറാൻ അടിക്കടി പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിലും ഒരു കനത്ത യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത്. ഏതായാലും ഈ മേഖലയാകെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം, അതിന് തൊട്ടു പിന്നാലെ ഇറാനിലേക്ക് മിസൈലുകൾ വായിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഒരു യുദ്ധ പ്രഖ്യാപനമില്ല, യുദ്ധത്തിന് തുടക്കം കുറിക്കലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു വലിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇതിന്റെ മരണസംഖ്യയോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ വെളിവായിട്ടില്ല. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഏതായാലും ഗൾഫ് മേഖല ഈ വിശുദ്ധ റംസാൻ കാലത്ത് വീണ്ടും കലാപകലുഷിതമാകുന്നു, സംഘർഷഭരിതമാകുന്നു. യുദ്ധത്തിന് സമാനമായ നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംഭവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.